ഗൗതം വീട്ടിലേക്ക് വരുന്നത് കാത്തു നിൽക്കുകയാണ് പാർവതിയമ്മയും നിർമ്മലാമ്മയും. എന്റെ മോനെ കാണുന്നില്ലല്ലോ എന്നൊരു വാക്ക് പറഞ്ഞ നിർമ്മലാമ്മയെ ചെറിയൊരു ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പാർവതിയമ്മ പറയുന്നു. നീ എന്താ പറഞ്ഞതെന്ന്? ഗൗതമിനെ കാണുന്നില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അതല്ല, അതിനു മുൻപ് നീ എന്തോ പറഞ്ഞല്ലോ എന്റെ മോനെ എന്ന്. അത് വേണ്ട, ഗൗതം എന്റെ മോനാണ്. പണ്ട് നിന്നെ നിർമ്മലാമ്മ എന്നാണ് ഗൗതം വിളിച്ചിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, നിർമ്മല മാറിയല്ലോ. ഇനി മുതൽ പഴയതുപോലെ നിർമ്മലാമ്മ എന്ന് വിളിച്ചാൽ മതി. അവൻ അമ്മയെന്ന് വിളിച്ചാലും നീ പറയണം നിർമ്മലാമ്മ എന്ന് വിളിച്ചാൽ മതിയെന്ന്. ശരി, ഞാൻ പറഞ്ഞു നോക്കാമെന്ന് നിർമ്മലാമ്മ പറയുന്നു. ഇതേ സമയം ഗൗതമും നിധിയും അങ്ങോട്ട് വരുന്നു. ഗൗതമിനെ കാണുന്ന സന്തോഷത്തിൽ ആദ്യം നിർമ്മലാമ്മ ഓടിച്ചെല്ലുന്നു. അത് പാർവതിയമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് മനസ്സിലാക്കി നിർമ്മലാമ്മ മാറി നിൽക്കുന്നു. പാർവതിയമ്മ ഗൗതമിനോട് സ്നേഹത്തോടെ, നീ വല്ലാതെ ക്ഷീണിച്ചല്ലോ മോനെ. ജയിലിൽ നിന്നും വന്നതല്ലേ, ദോഷങ്ങളൊക്കെ മാറാനായി ജലധാര നടത്തി എല്ലാ കഷ്ടതകളും വീടിന്റെ പുറത്തൊഴുക്കി കളഞ്ഞിട്ട് വേണം അകത്തേക്ക് കയറാനെന്ന് നിർമ്മലാമ്മ പറയുന്നു. അങ്ങനെ അകത്ത് കയറി നിർമ്മലാമ്മ ഒരു കുടം വെള്ളം കൊണ്ടുവരുന്നു. അത് ഗൗതമിന്റെ തലവഴി ഒഴിക്കാൻ പോകുമ്പോൾ തന്നെ നിധി പറയുന്നു, ആ കുടം പാർവതിയമ്മയെ കൊണ്ട് ഒഴിപ്പിക്കണമെന്ന്. നിർമ്മലാമ്മ അതുപോലെ പാർവതിയമ്മയ്ക്ക് കൊടുക്കുന്നു. പാർവതിയമ്മ ഒഴിക്കാൻ നേരം നിധി പറയുന്നു, ഗൗതമിനിപ്പോൾ രണ്ടമ്മമാരല്ലേ ഉള്ളത്, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചൊഴിക്കണമെന്ന്. എന്നിട്ട് പാർവതിയമ്മയുടെ ആംഗ്യത്തിൽ കാണിക്കുന്നു നിർമ്മലാമ്മയെ കൂടി കുടത്തിൽ പിടിപ്പിക്കണമെന്ന്. പാർവതിയമ്മ അതുപോലെ ചെയ്യുന്നു. അങ്ങനെ ഗൗതമിന്റെ രണ്ടമ്മമാരും കൂടി ഗൗതമിനെ കുളിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് വീടിനകത്തേക്ക് കയറ്റുന്നു. വീടിനകത്ത് കയറിയ ഗൗതം അവസാനമായി ആ വീട്ടിൽ നിന്നും പോലീസ് പിടിച്ചു കൊണ്ടുപോയതൊക്കെ ഓർക്കുന്നു. ഭക്ഷണമൊക്കെ വിളമ്പി വെക്കുമ്പോൾ തന്നെ പാർവതിയമ്മ നിർമ്മലാമ്മയോട് പറയുന്നു, നീയുണ്ടാക്കിയ കറികളാണ് ഇതൊന്നും ഗൗതമിനോട് പറയരുതെന്ന്. അതുകൊണ്ട് കറി വിളമ്പുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയത് പാർവതിയമ്മ തനിച്ചാണെന്ന് നിർമ്മലാമ്മ പറയുന്നു. ആരുണ്ടാക്കിയ കറികളാണെങ്കിലും നല്ല ഒന്നാന്തരം രുചിയുള്ള കറികളാണെന്ന് ഗൗതം പറയുന്നു. ജ്യൂസിൽ ഉറക്കഗുളിക കൊടുത്ത് ഉറക്കിക്കിടത്തിയ വസുന്ധര എഴുന്നേൽക്കുന്നു. ഗൗതം ജയിലിൽ നിന്നും വന്നതായി അവർ മനസ്സിലാക്കുന്നു. ഗൗതമിനോട് വാതിൽ തുറന്നു തരാൻ വസുന്ധര പറയുന്നു. പിന്നെ പാർവതിയമ്മയെയും നിധിയെയും ഒക്കെ അവർ വിളിക്കുന്നുണ്ട്. വാതിൽ തുറന്നു കൊടുക്കാൻ ഗൗതം പറയുന്നുണ്ടെങ്കിലും പാർവതിയമ്മ സമ്മതിക്കുന്നില്ല. തൽക്കാലം അവൾ അവിടെ തന്നെ കിടക്കട്ടെ, അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ അവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. CKC കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കിയ ഗൗതമിനെ രണ്ടമ്മമാരും നിധിയും കൂടി പുറത്തിറക്കിയതിൽ ഗൗതം വാനോളം അവരെ പുകഴ്ത്തുന്നു. നാളെ വിഷുവല്ലേ, വിഷുക്കണി വെക്കണമെന്ന് നിധിയും പാർവതിയമ്മയും പറയുന്നു. എന്നാൽ പ്രണവില്ലാത്തതുകൊണ്ട് വിഷു ആഘോഷമൊന്നും വേണ്ട എന്ന് ഗൗതം പറയുന്നു. പാർവതിയമ്മ സമ്മതിക്കുന്നില്ല. പ്രണവ് അവന്റെ അഹങ്കാരം കൊണ്ട് പോയതാണ്, അവനിഷ്ടമുണ്ടെങ്കിൽ വരും, നമുക്ക് വിഷു ആഘോഷിക്കണമെന്ന് പറയുന്നു. ഒടുവിൽ ഗൗതമും സമ്മതിക്കുന്നു. ഗൗതം ഒരു ഷർട്ട് എടുത്ത് ഇടാൻ നോക്കുമ്പോൾ പ്രണവിനെ ഓർക്കുന്നു. പ്രണവ് ഒരിക്കൽ ഗൗതമിന് ഒരു വിഷുനാളിൽ വാങ്ങിക്കൊടുത്ത ഷർട്ടാണത്. ഗൗതമിന് ആ കളർ ഇഷ്ടമില്ലെങ്കിലും പ്രണവ് കൊടുത്തതുകൊണ്ട് ഇപ്പോഴും അതിടുന്നു. ഗൗതമിനോട് നിധി വിഷമിക്കേണ്ട, പ്രണവ് എല്ലാ തെറ്റുകളും മനസ്സിലാക്കി തിരിച്ചു വരുമെന്ന് പറയുന്നു. CKC പ്രണവിനോട് ചെയ്ത തെറ്റുകൾ അവൻ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. അതിനായി CKCക്കെതിരെ ഞാൻ ഫോർജറി കേസ് കോടതിയിൽ കൊടുക്കാൻ പോവുകയാണെന്ന് നിധി പറയുന്നു. പ്രണവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ കള്ളത്തെളിവുകളും കള്ളസാക്ഷികളുമാണ് അയാൾ നിരത്തിയത്. അത് കോടതിയിൽ തെളിയിച്ച് CKCക്ക് ഞാൻ അതിനുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്ന് നിധി പറയുന്നു. വിഷുപ്പുലരിയിൽ അതിരാവിലെ ഗൗതമും നിധിയും പാർവതിയമ്മയും വിഷുക്കണി കാണുന്നു. CKCയുടെ വീട്ടിൽ CKCയും ജ്യോതിർമയിയും ശിവാനിയും പ്രണവും വിഷുക്കണി കാണുന്നു. ശിവാനിക്ക് CKC ഒരു സ്വർണ്ണ നാണയം കൈനീട്ടം കൊടുക്കുന്നു. അത് യഥാർത്ഥ സ്വർണ്ണ നാണയമാണോ എന്നറിയില്ല. പ്രണവിനയാൾ ഒരു പൊതിയിലെന്തോ ഗിഫ്റ്റാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. CKCയും ജ്യോതിർമയിയും പ്രണവും ശിവാനിയും ഭക്ഷണം കഴിക്കുന്നു. അപ്പോഴും CKC പ്രണവിനോട് പറയുകയാണ്, ഗൗതം നിന്നെ ഒളിവിൽ താമസിപ്പിച്ചപ്പോൾ ഒരുപാട് പട്ടിണി കിട്ടല്ലേ എന്ന്. അതെ, ചില ദിവസങ്ങളിൽ എനിക്ക് വെള്ളം പോലും കിട്ടിയിരുന്നില്ല. പ്രണവ് പറയുന്നത് കേട്ടിട്ടും CKCയുടെ നുണകൾ കേട്ട് ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് ശിവാനി. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.